പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 21. പ്രധാന വാർത്തകൾ. അധിനിവേശ ഭരണകൂടത്തിന്റെ നടപടികളുടെ നിയമപരമായ പ്രത്യാഘാതങ്ങളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ അഭിപ്രായത്തെ ശക്തമായി പിന്തുണച്ച് ഒമാൻ. ഫലസ്തീൻ പ്രദേശങ്ങളിലെ അനധികൃത അധിനിവേശം ഉടൻ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെടുന്ന അന്താരാഷ്ട്ര പ്രമേയങ്ങളും കൺവെൻഷനുകളും ഉയർത്തിപ്പിടിക്കാനും നടപ്പാക്കാനും ഒമാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെട്ടു. കിഴക്കൻ ജെറുസലേം തലസ്ഥാനമാക്കി 1967 അതിർത്തികൾ അനുസരിച്ചുള്ള ഒരു സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കാനുള്ള ഫലസ്തീൻ ജനതയുടെ അനിഷേധ്യമായ അവകാശം നൽകണമെന്ന നിലപാടും സുൽത്താനേറ്റ് ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഉത്തരവുകളെ സ്വാഗതം ചെയ്യുന്നതായും വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. വേനലവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറക്കുന്നതിനാൽ ബാക്ക് ടു സ്കൂൾ വിപണി സജീവമായി. വിലക്കിഴിവും പ്രൊമോഷനുകളുമായി വിദ്യാർത്ഥികളെ ആകർഷിക്കുകയാണ് വാണിജ്യ സ്ഥാപനങ്ങൾ. സ്കൂൾ ഉപകരണങ്ങൾ തേടിയെത്തുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും തിരക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്ത് ഹൈപ്പർ മാർക്കറ്റുകളിലും ചെറുകിട കച്ചവട സ്ഥാപനങ്ങളിലും പ്രകടമായിരുന്നു. ഈ മാസം അവസാനത്തോടെയും അടുത്ത മാസം ആദ്യവാരത്തിലുമായാണ് ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകൾ തുറക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ സാമഗ്രികളും വിപണിയിൽ ലഭ്യമാണ്. പുതിയ ട്രെൻഡ് ബാഗുകൾ, പുസ്തകങ്ങൾ, ടിഫിൻ ബോക്സുകൾ, പേനകൾ മുതൽ ബാക്ക് പാക്കുകൾ, ട്രോളി ബാഗുകൾ ഉൾപ്പെടെ സ്കൂൾ സ്റ്റേഷനറികൾ മുതൽ യൂണിഫോം വസ്ത്രങ്ങൾ വരെ സുലഭമായി വാണിജ്യ സ്ഥാപനങ്ങളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ബ്രാൻഡഡ് കമ്പനികളുടേത് മുതൽ ചെറിയ വിലയിൽ ലഭ്യമാകുന്ന ഉൽപ്പന്നങ്ങൾ വരെ കടകളിൽ ശേഖരിച്ചിട്ടുണ്ട്. ഹൈപ്പർ മാർക്കറ്റുകളിലും ഷോപ്പിംഗ് മാളുകളിലും ബാക്ക് ടു സ്കൂൾ എന്ന പേരിൽ പ്രൊമോഷണൽ ക്യാമ്പയിനുകളും നടന്നു വരികയാണ്. പ്രത്യേകം കൗണ്ടറുകൾ ഒരുക്കിയാണ് സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സാധനങ്ങൾ വിൽപ്പനയ്ക്കായി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. സ്കൂൾ തുറക്കാനായതോടെ ഇവിടെ തിരക്കേറി വരികയാണ്. ബ്രാൻഡുകളും ഗുണനിലവാരവും അനുസരിച്ച് നിരക്കുകളിലും വ്യത്യാസമുണ്ട്. പുസ്തകങ്ങൾ അടങ്ങിയ ബാക്ക് പാക്കുകൾ ചുമലിലേറ്റി വിദ്യാർത്ഥികൾ ബുദ്ധിമുട്ടുന്നത് ഒഴിവാക്കാൻ ചെറുതും വലുതുമായ സ്കൂൾ ട്രോളി ബാഗുകളും സുലഭമാണ്. കുട്ടികൾക്കായി കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ സ്റ്റിക്കറുകൾ പതിച്ച ബാഗുകളാണ് ട്രെൻഡ്. വിദ്യാർത്ഥികൾക്കുള്ള മേശയും കസേരയും മുതൽ ചെറിയ ഷെൽഫുകൾ വരെ വിപണിയിലുണ്ട്. എല്ലാം ഉൾപ്പെടുന്ന കോംബോ പാക്കുകളും വിപണിയിൽ ലഭ്യമാണ്. ഇതിനെല്ലാം പുറമെ വിവിധ ഓൺലൈൻ സ്റ്റോറുകളിൽ നിന്നും സ്കൂളുകളിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങിക്കുന്നവരുമുണ്ട്. അൽ ഖുവൈറിൽ വരുന്ന ഒമാനിലെ ഏറ്റവും വലിയ കൊടിമരം 54-ാം ദേശീയ ദിനത്തോടനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്യും. അൽ ഖുവൈർ സ്ക്വയർ എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതി മസ്കത്ത് നഗരസഭയുടെ കീഴിൽ ജിൻഡാൽ ഷദീദ് അയൺ ആൻഡ് സ്റ്റീൽ കമ്പനിയുമായി സഹകരിച്ചാണ് നടപ്പിലാക്കുന്നത്. മിനിസ്ട്രി സ്ട്രീറ്റിൽ 18,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നടപ്പിലാക്കുന്ന പദ്ധതിയിൽ വിവിധ വിനോദ സൗകര്യങ്ങൾ, കായിക സംവിധാനങ്ങൾ, കുടുംബങ്ങളെയും കുട്ടികളെയും ആകർഷിക്കുന്ന നിരവധി സോണുകൾ തുടങ്ങിയ ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പദ്ധതി ഒരുക്കുക. ഒമാനിൽ കുറച്ചു ദിവസമായി കുറഞ്ഞു നിന്ന താപനില വീണ്ടും ഉയരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഉയർന്ന താപനില റിപ്പോർട്ട് ചെയ്തത് ഹംറ അൽ ദുറു പ്രദേശത്താണ്, 47.5 ഡിഗ്രി സെൽഷ്യസ്. സുനൈനയിൽ 46.7 ഡിഗ്രിയും ഫഹൂദിൽ 46.5 ഡിഗ്രിയും ദമാവത്തെയിനിൽ 46.4 ഡിഗ്രിയും താപനില റിപ്പോർട്ട് ചെയ്തു. മക്ഷിൻ, അൽ കാമിൽ, അൽ വാഫി, ബുറൈമി, ഇബ്രി പ്രദേശങ്ങളിലും 46 ഡിഗ്രി സെൽഷ്യസിന് മുകളിലാണ് താപനില റിപ്പോർട്ട് ചെയ്തത്. ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലിൻ്റെ ഇറാഖിലെ പ്രത്യേക ദൂതനായും ഇറാഖിലേക്കുള്ള ഐക്യരാഷ്ട്രസഭയുടെ അസിസ്റ്റന്റ് മിഷന്റെ തലവനായും ഐക്യരാഷ്ട്രസഭയിലെ ഒമാന്റെ സ്ഥിരം പ്രതിനിധി ഡോക്ടർ മുഹമ്മദ് ബിൻ അവദ് അൽ ഹസനെ നിയമിച്ചു. ഈ നിയമനം ഒമാനി നയതന്ത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലാണെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. മേഖലയിൽ നിന്നുള്ള നയതന്ത്രജ്ഞനെ ആദ്യമായാണ് അഭിമാനകരമായ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കുന്നത്. ഒമാനി നയതന്ത്രജ്ഞരിൽ അന്താരാഷ്ട്ര സമൂഹം അർപ്പിക്കുന്ന അപാരമായ വിശ്വാസത്തിൻ്റെ, അവരുടെ അസാധാരണമായ കഴിവുകളുടെയും തെളിവാണ് ഈ നേട്ടമെന്ന് അധികൃതർ പറഞ്ഞു. കൊയിലാണ്ടി മണ്ഡലം മസ്കത്ത് KMCC വീണ്ടും പരിചയപ്പെടാം ഇൻട്രോ സെഷൻ സംഘടിപ്പിച്ചു. യൂത്ത് ലീഗ് സംസ്ഥാന സമിതി അംഗം OK ഫൈസൽ ഉദ്ഘാടനം നിർവഹിച്ചു. മുഖ്യാതിഥിയായി പങ്കെടുത്ത ഫഹദ് മേയോൺ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ബന്ധങ്ങൾ മെച്ചപ്പെടുത്തേണ്ട പ്രാധാന്യം എന്ന വിഷയം അവതരിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് റസാഖ് മുഖച്ചേരി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി ഉബൈദ് AV സ്വാഗതം പറഞ്ഞു.
ഖരീഫ് വേളയിൽ ധോഫാർ ഗവർണറേറ്റ് സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമായി പ്രാദേശിക പഴങ്ങളും പച്ചക്കറികളും വിൽക്കുന്ന സലാലയിലെ കടകൾ. ഖരീഫ് അല്ലാത്തപ്പോഴും ഇത്തരം കടകളെ തേടി സഞ്ചാരികൾ എത്താറുണ്ട്. പ്രാദേശികമായി മിഷ്ലി എന്ന് വിളിക്കുന്ന സ്ട്രോ ഉപയോഗിച്ച് ഇളനീര് കുടിച്ചും പഴങ്ങളും പച്ചക്കറികളും വാങ്ങിയുമാണ് സഞ്ചാരികൾ ഇവിടം വിടുന്നത്. അറബ് നാടുകളിൽ അത്ര പരിചിതമല്ലാത്ത വാഴപ്പഴം, തേങ്ങ പോലുള്ളവയും ഇവിടെ സുലഭമാണ്. ധോഫാർ ഗവർണറേറ്റിലെയും സലാലയിലെയും പ്രത്യേക കാലാവസ്ഥയിൽ വിളയുന്ന വിഭവങ്ങളാണ് ഇവ. ഇവയിൽ ചിലത് വർഷത്തിലുടനീളം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കാർഷിക വിളകളിൽ തേങ്ങയാണ് പ്രധാനം. വൻതോതിൽ തെങ്ങുകൃഷി സലാലയിൽ കാണാം. വാഴപ്പഴത്തിനും തേങ്ങയ്ക്കും പുറമെ നാരങ്ങ, പേരക്ക, തക്കാളി, ഫവായ്, മരോപ്പഴമടക്കം നിരവധി പഴങ്ങളും പച്ചക്കറികളും വിളയിക്കുന്നുണ്ട്. സന്ദർശകരെ ആകർഷിക്കാൻ ഇവയെല്ലാം വളരെ മനോഹരമായാണ് കടകളിൽ പ്രദർശിപ്പിക്കുക. മരത്തിൽ നിന്ന് പറിച്ചയുടനെ റോഡ് സൈഡുകളിൽ വിൽക്കുന്നവരും ഇവിടെയുണ്ട്. ഇവരുടെ അടുത്തും നല്ല തിരക്കാണ്. ഫലോദ്യാനങ്ങളും ഫാമുകളുമുള്ള റോഡിലാണ് ഇത്തരം വിൽപ്പന. സലാല നഗരത്തിൻ്റെ കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ കാർഷിക നിലങ്ങളാണ്. ഫലഭൂയിഷ്ഠമായ മണ്ണിൽ പന്തലിച്ചു നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ, നിറഞ്ഞ ഉദ്യാനങ്ങൾ, ഓരോ കാലത്തുമുള്ള പച്ചക്കറിത്തോട്ടങ്ങളും കാണാം. ഗവർണറേറ്റിൻ്റെ തെരുവുകളെ അലങ്കരിച്ച ഹുക്ക മരങ്ങൾ ഏറെ പ്രകൃതി ഭംഗിയുണ്ടാക്കുന്നു. ഒമാൻ്റെ മൊത്തം കാർഷിക ഉൽപ്പാദനക്ഷമത വളർത്താൻ ഇവിടെയുള്ള വിളകൾ വലിയ സംഭാവനയാണ് നൽകുന്നത്. ഒമാനിൽ സ്വർണ്ണവില ഇനിയും ഇടിയാൻ സാധ്യത. പോയ ആഴ്ച വില കുത്തനെ കയറിയെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ കുറഞ്ഞിരുന്നു. 24 ക്യാരറ്റിന് ഗ്രാമിന് 30 റിയാലും 22 ക്യാരറ്റിന് 29 റിയാലും എന്നിങ്ങനെയായി. ആഗോളതലത്തിൽ കഴിഞ്ഞ ആഴ്ച വിലയിൽ ശക്തമായ കുതിച്ചുകയറ്റം ഉണ്ടായിരുന്നത്. മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സാങ്കേതിക പ്രശ്നം നേരിട്ടതിനെ തുടർന്നുണ്ടായ വ്യോമയാന മേഖലയിലെ പ്രയാസങ്ങൾ തുടരുന്നു. മസ്കത്തിൽ നിന്നും ഇന്നലെ കേരള സെക്ടറുകളിലേക്കുള്ള വിവിധ സർവീസുകൾ എയർ ഇന്ത്യ എക്സ്പ്രസ് റീഷെഡ്യൂൾ ചെയ്തു. മൈക്രോസോഫ്റ്റിൻ്റെ ക്ലൗഡ് സേവനങ്ങളിലെ തകരാറിനെ തുടർന്ന് വിമാനങ്ങൾ നിരന്തരം റദ്ദാക്കുകയോ വൈകുകയോ ചെയ്യുന്നതിനാൽ യാത്ര ചെയ്യുന്നവർ നേരത്തെ എയർലൈൻ ഓഫീസ് ഏജൻസിയുമായോ ബന്ധപ്പെട്ട് വിമാന ഷെഡ്യൂൾ സ്റ്റാറ്റസ് പരിശോധിക്കണമെന്ന് ട്രാവൽ മേഖലയിലുള്ളവർ ആവശ്യപ്പെട്ടു. അൽ അഷ്കറ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി വ്യത്യസ്ത വിനോദ ആസ്വാദന പരിപാടികൾ പുരോഗമിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ അരങ്ങേറിയ ഓഫ് റോഡ് വാഹനങ്ങളുടെ കാഴ്ചക്കാരിൽ ആവേശം നിറച്ചു. മണൽക്കൂനുകളിലൂടെയും ദുർഘട വഴികളിലൂടെയും പാഞ്ഞ ഓഫ് റോഡ് വാഹനങ്ങൾ ഏവരുടെയും കയ്യടി നേടി. ഒമാന് പുറമെ UAE, ഖത്തർ തുടങ്ങിയ അയൽ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള വാഹനങ്ങളും ഡ്രാഗ് റേസ് എന്ന് പേരിട്ടിരിക്കുന്ന സഫാരിയിൽ പങ്കാളികളായി. വൻ ആൾക്കൂട്ടമാണ് കാഴ്ചക്കാരായി എത്തിയത്. പ്രത്യേകമൊരുക്കിയ സ്ഥലത്തായിരുന്നു സുരക്ഷിതമായി ഡ്രാഗ് റേസ് അരങ്ങേറിയത്. ക്ലാസിക് വാഹനങ്ങളെ വീണ്ടും കാണാനായതിൻ്റെ സന്തോഷവും വാഹനപ്രേമികൾ പങ്കുവച്ചു. ജൂലൈ 31 വരെ നടക്കുന്ന ഫെസ്റ്റിവലിൽ സന്ദർശകരെ കാത്തിരിക്കുന്നത് വേറിട്ട വിനോദങ്ങളാണ്. പൈതൃകം, വിനോദം, വിനോദസഞ്ചാരം, സംസ്കാരം തുടങ്ങിയ മേഖലകളുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത പരിപാടികൾ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി അടുത്ത ദിവസങ്ങളിൽ അരങ്ങേറും. ജലാൻ ബനി ബു അലി വിലായത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഫെസ്റ്റിവൽ പരിപാടികൾ നടക്കും. വിവിധ സാമ്പത്തിക സാമൂഹിക ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ ലക്ഷ്യമിട്ട് വിനോദ പ്രോത്സാഹന സാംസ്കാരിക പരിപാടികളാണ് കാണികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. മൺമറഞ്ഞ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം ഒമാനിലെ ജീവകാരുണ്യ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനത്തിന് ഉമ്മൻചാണ്ടി സ്നേഹസേവന പുരസ്കാരം എന്ന പേരിൽ അവാർഡ് പ്രഖ്യാപിച്ചു. IOCയുടെ ജൂറി തീരുമാനിക്കുന്ന വ്യക്തികൾക്കോ സംഘടനയ്ക്കോ എല്ലാ വർഷവും ഈ അവാർഡ് നൽകുമെന്ന് നേതാക്കൾ അറിയിച്ചു. ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ സലാല മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ IOC ജനറൽ സെക്രട്ടറി ഹരികുമാർ ഓച്ചിറയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ രക്ഷാധികാരി ബാലചന്ദ്രൻ അവാർഡ് വിവരം അറിയിച്ചു. സമ്മർ അൽ വുസ്ത 2024 ഫെസ്റ്റിവൽ അടുത്ത മാസം 5 വരെ തുടരുമെന്ന് സംഘാടകർ അറിയിച്ചു. ആദ്യ ദിനങ്ങളിൽ 100 കണക്കിന് പേർ ഫെസ്റ്റിവൽ നഗരിയിലെത്തി. ആഘോഷ പരിപാടികളുടെ പ്രധാന വേദി ഹൈമ എൻ്റർടൈൻമെൻറ്റ് സ്റ്റേഷനാണ്. ഇവിടെ എല്ലാ ദിവസവും വ്യത്യസ്ത സമയങ്ങളിൽ വിനോദ പരിപാടികൾ നടക്കും. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.